ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വീടിന്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3,900 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1,900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ താഴെ മാത്രം ദൂരമാണ് ഈ വില്ല പ്രൊജക്റ്റിലേക്കുള്ളത്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ന്യൂവാൽസ് ലോ കോളേജിലേക്ക് 1.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്ക്, ആലുവ എന്നീ സ്ഥലങ്ങളിലേക്ക് 8 കിലോമീറ്ററാണ് വരുന്നത്. 2 വാഹനങ്ങൾ ഒരേ സമയം പാസ് ചെയ്യാവുന്ന രീതിയിൽ 5 മീറ്ററോളം വീതിയുള്ള വലിയ വഴിയാണ് കൊടുത്തിരിക്കുന്നത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന ഒരു പാർക്കിംഗ് സ്പേസ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണറുവെള്ളം തന്നെയാണ്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യമായി കടന്നിരുന്നത് വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഡബിൾ ഹൈറ്റഡ് ഏരിയയ്ക്കാണ് ഈ ഏരിയ നൽകിയിരിക്കുന്നത്. പാനലിൽ വർക്കൊക്കെ കൊടുത്ത് മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ കടന്നു ചെല്ലുന്നത് വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ഇവിടെ സുഖമായി നമുക്ക് ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നതും. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ കാണാം. കൂടാതെ ഒരു ചിമ്മിണിയും ബിൽഡർ പ്രത്യേകം നൽകിയിട്ടുണ്ട്. കിച്ചനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി ബിൽഡർ ആഡ് ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി വീടിന്റെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 11 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ്. ഇവിടെയും 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബൊക്കെ ബിൽഡർ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബെഡ്റൂമിനും കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയർവേയുടെ ഭാഗത്തായി നല്ല മനോഹരമായ ടെക്സ്ചർ ഡിസൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യമായി കാണുന്നത് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. നമുക്കിനി വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. 13 അടിയോളം നീളം വരുന്ന ഒരു വലിയ യൂട്ടിലിറ്റി സ്പേസ് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടൊരു പോയിന്റും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത്. 11 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഇതുപോലെ തന്നെ ഒരു വാർഡ്രോബും ഈ റൂമിലും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. താഴത്തെ നിലയിൽ ഇതുപോലെ തന്നെ യാതൊരു വ്യത്യാസം കൂടാതെ തന്നെയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് ഒരു ഓപ്പൺ ബാൽക്കണി കൂടി ബിൽഡർ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ മെയിൻ ബാൽക്കണിയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്തിരിക്കുന്ന ഒരു ഹാൻഡ് റെയിലും നമുക്കിവിടെ കാണാം. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 3,900 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1,900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 87 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് നേരിൽ കാണാനായോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായോ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത്